37-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവ്യാപിത സ്വാന്തേഷ്വേശ ഗതേഷു താവക കൃപാപീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാം ഉദവഹത് രാജാസ ശൂരാത്മജഃ. അല്ലയോ ഗുരുവായൂരപ്പ, കാതുകൾക്ക് രസായനമായ, രസായനം എന്ന് പറയുമ്പോൾ ഔഷധം, നിന്തിരുവടിയുടെ വാക്ക് കേട്ടിട്ട് ആശ്വസിതമായ മനസ്സോടു കൂടിയവരും അവിടുത്തെ കാരുണ്യമാകുന്ന അമൃതം കൊണ്ട് തൃപ്തിയടഞ്ഞ ആത്മാവോടു കൂടിയവരും ആയി അവരെല്ലാവരും പോയി. അപ്പോൾ ഈ മഹേശ്വരനെ മുൻനിർത്തി പോയ ദേവഗണങ്ങളും ഭൂമിയും ഒക്കെ തന്നെ ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട്, അതായത് മഹാവിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞ വളരെ സന്തോഷകരമായ ആശ്വാസകരമായ വാക്കുകൾ കേട്ടിട്ട് അവരെല്ലാവരും തന്നെ സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. ഭഗവാൻ പറഞ്ഞത് പ്രകാരം എന്താണ് ഭഗവാൻ പറഞ്ഞത്? പറഞ്ഞല്ലോ, ഉടൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ പ്രവർത്തികൾ തുടങ്ങുകയാണ്, ഉടൻ തന്നെ തുടങ്ങുകയാണ്. യാദവ വംശത്തിലെ രാജാവായ ശൂരന്റെ മകനായ വസുദേവൻ ദേവകന്റെ പുത്രിയായ ദേവകിയെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ മധുരയിൽ വെച്ച് വിവാഹം കഴിച്ചു. അപ്പോൾ വസുദേവരും ദേവകിയുമായിട്ടുള്ള വിവാഹം പെട്ടെന്ന് തന്നെ നടന്നു എന്നാണ് നമ്മളിതിൽ പറയുന്നത്. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവ്യാപിത സ്വാന്തേഷീശ ഗതേഷു താവക കൃപാപീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹത് രാജാസ ശൂരാത്മജഃ.